കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ട് തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 ആയപ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അതിനുശേഷം ഒരു 500 മീറ്ററുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പതുക്കെ വൈകുന്നേരം ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവിടെ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുല്ലപ്പൂ മേടിക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ ലാസ്റ്റ് ചെത്തിപ്പോവാണ് മേടിച്ചത്. എന്നിട്ട് നമ്മൾ നല്ലോണം വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ചായക്ക് കുടിച്ച് നിർമ്മാല്യം തൊഴാനാണല്ലോ വന്നേക്കണം, 3:30 നിർമ്മാല്യം. അങ്ങനെ വിചാരിച്ച് നമ്മൾ പതുക്കെ ചായ കുടിച്ച് ആയമ്പാടി അങ്ങോട്ടും പോയിട്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു സമാധാനമായി, തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പതുക്കെ നമ്മൾ വഴിയിൽ നിന്നപ്പോൾ തിരക്ക് പതുക്കെ കൂടി വന്നു. എന്നിട്ട് ഒരു 5 മണിക്കൂറോളം നമ്മൾ വരിയിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ 5 മണിക്കൂറോളം വരിയിൽ നിന്നിട്ട് അവരവസാനം പറയാണ് ഇനി 9:30 ശേഷം അങ്ങോട്ടുള്ളൂ ദർശനം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വന്നത് നിർമ്മാല്യം കാണാനായിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഒപ്പം വന്ന 2 പേർക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൊഴാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചു വരാൻ നേരം നിന്നിട്ട് തൊഴാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും കണ്ണനെ കണ്ടിട്ടേ വരൂ. അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു, 200ഓളം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു.